വള്ളുവനാടിൻ നന്മ മൺമറഞ്ഞിടാതെന്നുമീ നിളയെന്ന പോലൊഴുകേണം, നിളയെന്ന പോലൊഴുകേണം, ഉൾമനം തഴുകേണം, ഉൾച്ചിരി വിരിയേണം. വള്ളുവനാടിൻ നന്മ, വള്ളുവനാടിൻ നന്മ. വേണമെന്ന് ചോദിച്ചാ പോരെ, ഇങ്ങനെ കട്ട് തിന്നണോ? ഇങ്ങനെ അടുക്കള കൂട്ടിടേണ്ടി വരും. അച്ഛൻ ഈ മിറ്റത്തന്നെ ഇങ്ങനെ തുപ്പണോ? ആകെ വൃത്തികേടായിരിക്കില്ലേ? ജിഷ, നീ ഇത് കണ്ടില്ലേ? ഞാനെന്താ ചെയ്യാം? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ അച്ഛനൊന്നും മിണ്ടാത്തെ? ബലരാമനോ? ഓ, എന്തൊക്കെയാ വിശേഷം? നല്ല ക്ഷീണുണ്ടല്ലോ. ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ക്ഷീണുണ്ടാവും. എന്താ വിഷ്പില്ല? വിഷ്പില്ലായിട്ടല്ല, എന്തേലും തരണ്ടേ? 100 ദിവസമായി എന്തേലും തന്നിട്ട്. ഇത് കേട്ടില്ലേ ബലരാമേട്ട? വരണോരോട് പോണോരോടൊക്കെ ഇതന്നെയാ പറഞ്ഞത്. കേട്ട് കേട്ട് മടുത്തു. ഏയ്, അതൊന്നും സാരില്ലടോ. അന്റെ അച്ഛനല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മൂപ്പരെ കേട്ടോ. എന്ത് കാര്യം? ഇന്നാള് കൊറിയർ കൊണ്ടുവന്ന അവരോട് പറഞ്ഞ് അച്ഛനെ ഞാൻ തല്ലിണ്ടെന്നാ.
ഇതൊക്കെ അച്ഛന് തോന്നിയാസം. എന്നാ നീ എന്റെ അച്ഛനെ ചവിട്ടിട്ട് കുറ്റിടാ നായെ. നിങ്ങളൊന്ന് മുണ്ടാണ്ടിരിക്കാൻ മാറിയേട്ടാ. നിങ്ങൾ എങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞിട്ടാണ് ഓൻ ചൂടാവണത്. ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല. അവരെന്നെ നോക്കാൻ വയ്യ. ഈ ആ കൂട്ടിൽ കിടക്കുന്ന പട്ടി അതിന്റെ വില ഒന്നും ഇല്ല അവിടെ. എന്തൊക്കെ പറയണേ? ഇവരെ എങ്ങനെയാക്കണുണ്ട് ബലരാമ? ഇവള് ഒരു ദിവസം വേറെ കരുതി തരും. ബലറാമേട്ടത് കേക്കണം. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറിച്ചു കിടന്നപ്പോ മലവും മൂത്രം വരെ കോരി നോക്കി എന്നത്തിന് പറയണ കേട്ടില്ലേ? അത് കേട്ടോ, ഞാനേ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഏകദേശം തിരക്കുണ്ടേ. ചട്ടിന് കാണാം കേട്ടോ, ചട്ടിന് കാണാം. ഇങ്ങ അഭിജിത്തെ, ഇങ്ങോട്ട് വാ. എന്നോടൊരു കാര്യം പറയാണ്ട്. ഇങ്ങോട്ട് വാ. കൂടാ അഭിജിത്തെ, നിന്റെ അച്ഛനല്ലടാ, ഇങ്ങോട്ട് ക്ഷമിച്ചളാ. ഇത് എത്ര ആയിട്ടാണോ ക്ഷമിക്കുക? എനിക്കും വേണ്ടടാ ഒരു ജീവിതം. എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കണ്? ഇന്നാള് ഞങ്ങള് രണ്ടുപേരും കൂടിയിട്ട് മലമ്പുഴയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പോകാൻ വേണ്ടി അച്ഛന് വേണ്ട ചോറ്, കാപ്പി എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചു. ഞങ്ങൾ പുറപ്പെട്ട് പോവാൻ നേരത്തേക്ക് അച്ഛനൊരു നെഞ്ഞുവേദന. വേഗം ഡോക്ടറെ കൊണ്ടുവന്നു. നോക്കിയപ്പോ എന്താ, ഒരു കുഴപ്പമില്ല. അതായത് ഞങ്ങള് യാത്ര പോണു മുടക്കാൻ വേണ്ടി മാത്രം അച്ഛൻ അഭിനയിച്ചതാണത്. ഇതൊക്കെയാണ് പ്രശ്നം. എടാ, അച്ഛനിപ്പോ 78 വയസ്സായി. നല്ല ആരോഗ്യമുണ്ട്. എങ്ങനെ പോയാലും ഒരു 20 കൊല്ലം സുഖമായിട്ട് ജീവിക്കും. അപ്പോഴേക്ക് എനിക്ക് വയസ്സാവില്ലടാ. ആ ജിഷയുടെ മുഖം കാണുമ്പോ അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരാം. നീയൊന്ന് ഡെസ്പാവാണ്ടിരിക്കേ. പെങ്ങന്മാര് രണ്ടുപേരും അച്ഛനെ കൊണ്ടുപോകാൻ തയ്യാറാ. പിന്നെന്താ പ്രശ്നം? പോവാൻ സമ്മതിക്കില്ല. പോയാ തന്നെ നിക്കില്ല. എന്താച്ചാൽ ഇവിടുത്തെ ഭരണമൊന്നും അവിടെ നടക്കില്ലല്ലോ. നിനക്ക് കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒരു കോമ്പിനേഷൻ വെച്ചൂടെ? വെക്കാഞ്ഞിട്ടല്ലടോ, വരണോരെ മുഴുവൻ ചീത്ത പറഞ്ഞ് കണ്ണുപിടിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് ഗ്ലാസ് എടുത്തിട്ട് അച്ഛൻ എറിഞ്ഞ് അവരുടെ നെറ്റി പൊട്ടിച്ചു. കോമ്പൻസേഷനായിട്ട് 25,000 ഞാൻ കൊടുത്തു. അങ്ങനെയാണല്ലേ? എന്താ ചെയ്യുന്നതൊക്കെ? എന്നാ നിനക്കൊരു കാര്യം ചെയ്തൂടെ? നല്ല ഹോമിലി ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോമുകളില്ലേ, അവിടെ കൊണ്ടാക്കിക്കൂടെ? എടാ, ഇത് ശ്രമിക്കാനായിട്ടല്ല, അച്ഛന്റെ സമ്മതം വേണം ഇതിന്. ഓ, അതും ശരിയാ. കഴിഞ്ഞ ദിവസം ഇതിന് ഒപ്പിടിക്കാൻ വേണ്ടിട്ട് കടലാസും കൊണ്ട് ഞാൻ അച്ഛന്റെ അടുത്ത് പോയി. മൂപ്പരത് ചുരുട്ടിക്കൂട്ടിന്റെ മോന്തൊക്കെ അറിഞ്ഞു. എടാ സന്തോഷേ, നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടുപഠിക്കണം. അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളോ വലുതായി കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി. പിന്നെ അത് അച്ഛനോ അമ്മയോ കുട്ടികളോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, നീ പുറത്തൊക്കെ ജീവിക്കുന്ന ആളല്ലേ, അവിടെയൊക്കെ എങ്ങനെയാണോ? അത് പോട്ടെ, രണ്ടും രണ്ട് സംസ്കാരല്ലേ. മനുഷ്യൻ എവിടെയായാലും ഒരു സംസ്കാരം വേണ്ടു, മനസ്സിലായ? അത് പോട്ടെ, നീ എന്നാ മടങ്ങണം? ഞാൻ മറ്റന്നാ ഞായറാഴ്ച മടങ്ങും. നീയും വാ എയർപോർട്ടിലേക്ക്. ഞാനും വരാം. എന്നാ നമുക്ക് പോവാം. ഓ, ഓക്കെ, ആയിക്കോട്ടെ. അച്ഛനാണ് ഇറങ്ങാണ്. അടുക്കള കുട്ടിയത് അച്ഛനെ വേണ്ടത് മേശപ്പുറത്തോട്ട് വെച്ചില്ലല്ലോ. അടുക്കള കഴിക്കാൻ നിൽക്കണ്ട. അടുക്കള കൂട്ട് ഞാൻ തല്ലി പൊളിക്കും. പൊട്ടിക്ക്, എല്ലാം പൊട്ടിക്ക്. എന്റെ കൈ തീ വെക്ക്.
ഭാഗവട്ടോ എന്താ അങ്ങനെ ഇരിക്കല്? ഞാൻ തല കുത്തിയിരിക്കുന്നു. അതെപ്പാ നന്നായി. അല്ല നിങ്ങൾ നിന്നോടെന്തിനാ അങ്ങനെ ചൂടാവണ്? ഈ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? ബലരാമ, ഇത് വാ. ആ, എനിക്ക് ആകപ്പാടൊരു വിഷമം. പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല, TV കാണാൻ പറ്റുന്നില്ല, ഉറക്കമില്ല. എല്ലാവരും എന്നെ അവഗണിക്കാന്നൊരു തോന്നല. ആ, അപ്പൊ തിരിച്ചറിവുണ്ട്. ഞാൻ പറയട്ടെ, ആ, ഞാൻ എന്റെ ചെക്കനെ കഷ്ടപ്പെടുത്താൻ എനിക്കറിയാം. ഇന്നാള് ചെറിയ ചെക്കണ്ടല്ലോ, പേരക്കുട്ടിയെ, അതിന്റെ ജോമെട്രി ബോക്സ് ഞാൻ കൊണ്ട് കെട്ടിലിട്ടു. അത് അവന്റെ മാമൻ ജപ്പാനിന് കൊണ്ടുവന്നതാ. അയ്യോ, അവൻ കൊറേ കരഞ്ഞു, ഞാനും കൊറേ കരഞ്ഞു. അവനെ ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ട് അവനൊരു ജോമെട്രി ബോക്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയാ, അച്ചാച്ച ഇത് അച്ചാച്ചൻ കെട്ടിടൂ, ഞാനെങ്ങനെ ഇച്ചായിരിക്കും. എന്റെ ശാരദ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമോ? എന്താ ചെയ്യ? എനിക്കെന്നാല് എന്റെ ഈ സ്വഭാവം മാറ്റാനും പറ്റുന്നില്ല. അല്ലാതെ സങ്കടം. എടോ, രാത്രിയും പകലൊന്നും ഓർക്കില്ല. പിരാച്ച ജോലിക്ക് വരും, ഞാൻ എവിടേക്കാ പോവുക? എനിക്ക് നീയും വരുന്നില്ല. എനിക്ക് വേട്ടോ ബലരാമ, എനിക്ക് വേട്ടോ. ബലരാമേട്ട അച്ഛനോട് സംസാരിച്ചോ? ഓ, ഞങ്ങള് കൊറേ പറഞ്ഞു. നിങ്ങളുടെ രണ്ടാളുടെയും പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. ബോത്ത് ആർ പ്രോബ്ലമാറ്റിക്കൽ. ഒന്ന് പറയാം, കല്യാണം കഴിക്കാത്ത ഞാനാണ് മഹാഭാഗ്യവാൻ.